ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ടേസ്റ്റിയായ ബ്രെഡ് ബോൾസ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അത്യാവശ്യം ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റിയായ പുഡിങ്ങാണിത്. ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്ത വെർമസെല്ലി കപ്പ് മിൽക്ക് പുഡിങ്ങിൻ്റെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും തന്നെ ചേർക്കാതെയാണ് ഞാൻ ഈ പുഡിങ്ങും തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ടേസ്റ്റിയായ അടിപൊളി പുഡിങ്ങാണിത്. തീർച്ചയായും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായി വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് ഇത് കഴിക്കുമ്പോൾ. നമുക്കിതിൻ്റെ കൂടെ എന്ത് ഫ്രൂട്ട്സിനെ കൊണ്ട് വേണമെങ്കിലും നമുക്കിതുപോലത്തെ പുഡിങ് തയ്യാറാക്കിയെടുക്കാം. ഇതിനാവശ്യമായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസ് മാങ്ങ, അതുപോലെ 3 സപ്പോട്ട, സൈഡൊക്കെ കളഞ്ഞ കുറച്ച് ബ്രെഡ്, കോൺഫ്ലോർ. ഇതിനെക്കൊണ്ടാണ് ഞാനിവിടെ മിൽക്ക് പുഡിങ് തയ്യാറാക്കുന്നത്. അതിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അത് നോക്കിയിട്ട് ജസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ ഞാൻ കുറച്ച് കുങ്കുമപ്പൂ എടുത്തിട്ടുണ്ട്. അതെനിക്ക് ഇതിൽ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഫുഡ് കളർ ഇതിലേക്ക് ചേർക്കുന്നില്ല. പിന്നെ വനില എസൻസ്, പാല്, ഇതൊക്കെ ചേർത്താണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കാം. അതുപോലെ സപ്പോട്ടയും കഷ്ണങ്ങളാക്കിയെടുക്കാം. ഇനി ഒരു ബ്രെഡ് എടുത്ത് നമുക്ക് പഞ്ചസാര സിറപ്പിൽ ഒന്ന് മുക്കിയെടുക്കാം. ശേഷം കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് സപ്പോട്ടയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. ഒരു ബോൾസ് പോലെ ആക്കണം. ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് മടക്കിയതിന് ശേഷം നമുക്കൊരു ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് മാംഗോ ബോൾസും റെഡിയാക്കി എടുക്കാം. മറ്റ് ഏത് ഫ്രൂട്ട്സ് ഉപയോഗിച്ചും നമുക്ക് ഇതുപോലെ ബ്രെഡ് ബോൾസ് പുഡിങ് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മാങ്ങയും സപ്പോർട്ടും എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനിങ്ങനെ എടുത്തുവെന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ഫ്രൂട്ട് ഉപയോഗിച്ചും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നല്ലൊരു ടേസ്റ്റിയായ പുഡിങ്ങാണിത്. ഇവിടെ മാംഗോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബോൾസ് കൂടി തയ്യാറാക്കിയെടുക്കാം. മാങ്ങയുടെയും സപ്പോട്ടയുടെയും ബ്രെഡ് ബോൾസ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇത് അല്പസമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കണം. നല്ല തണുപ്പിച്ചിട്ട് തന്നെ എടുക്കണം. ഇനി നമുക്ക് പുഡിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാലും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് പുഡിങ് തയ്യാറാക്കിയെടുക്കാം. ഇനി പാല് ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നമുക്ക് ഈ കലക്കി വെച്ച കോൺഫ്ലവർ മിക്സ്, അതുപോലെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്, പഞ്ചസാര, ഇതൊക്കെ ചേർത്ത് നമുക്ക് പുഡിങ് തയ്യാറാക്കാം. ഇതിൻ്റെ അളവൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ കൃത്യമായ അളവ് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വെർമസെല്ലി കപ്പ് പുഡിങ്ങിൻ്റെ ലിങ്ക് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അതിൽ കൃത്യമായിട്ട് അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അധികമായിട്ടൊന്ന് ആഡ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരല്പം കുങ്കുമപ്പൂ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ പുഡിങ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഏത് ഫ്രൂട്ട്സ് ആണോ ഇതിൻ്റെ ബോൾസിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക, ബ്രെഡ് ബോൾസിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത്, ആ ഒരു ഫ്രൂട്ടിൻ്റെ എസൻസ് ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. മാംഗോൻ്റെ ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് എസൻസ് ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ഇത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സമയം ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ല തണുപ്പിച്ചെടുത്ത ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ ബദാമും എടുത്തിട്ടുള്ളത്. ഇനി 2 കപ്പ് എടുക്കാം. അതിലേക്ക് നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നിലേക്ക് മാംഗോ ബോൾസ്, അതുപോലെ മറ്റൊന്നിലേക്ക് സപ്പോട്ടയുടെ ബ്രെഡ് ബോൾസും വെച്ച് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച മിൽക്ക് പുഡിങ് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം.
ജലാറ്റിനും ചൈന ഗ്രാസും ഒന്നും തന്നെ ചേർക്കാത്ത 2 പുഡിംഗ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ചാനൽ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. നല്ലൊരു ടേസ്റ്റിയായ പുഡിംഗ് ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള കുറച്ച് സാധനം ഉപയോഗിച്ച് നമുക്കിത് തയ്യാറാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഈ പുഡിങ്ങിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് അലങ്കരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബദവും ടൂട്ടി ഫ്രൂട്ടിയും അതേപോലെ മാംഗോൻ്റെ ഇതിൽ മാംഗോ പീസ് വെച്ചിട്ടുണ്ട്. സപ്പോട്ടയുടെ ഇതിൽ കുറച്ച് സപ്പോട്ട പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. തീർച്ചയായും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിളായ വെറൈറ്റി പുഡിംഗ് ആണിത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ പല പല വിഭവവുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. തീർച്ചയായും ഞങ്ങളുടെ വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന് ലൈക്കും ഷെയറും കമൻസും ഒക്കെ നൽകണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.